ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും നെയ്ച്ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഇന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കൂന്തൽ വേണം. കൂന്തൽ റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്തവണ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നൈസായിട്ട് അരിഞ്ഞ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, തക്കാളി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും വേണം. മല്ലിച്ചപ്പ് നമുക്ക് കുനുകുനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെക്കുക. പാൻ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് കുറച്ചധികം ചൂടായി പോയിട്ടുണ്ട്. അങ്ങനെ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്മെല്ല് വരുവേ. അത് വാടി വരുമ്പോൾ ആ സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും. വേണമെങ്കിൽ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടും വേവിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളും. ഉള്ളി നന്നായിട്ട് വാടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് ആയിക്കോളും. നന്നായി മിക്സ് ചെയ്ത് അത് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പൊടികളെ പച്ചമണം മാറി വരുന്ന വരെ മിക്സ് ചെയ്യുക. പൊടികളെ പച്ചമണമൊക്കെ മാറി പൊടിയൊക്കെ മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അധികം വേണ്ട, വളരെ കുറച്ച് മതി. വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറുതായിട്ട് തള വരുമ്പം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. കൂന്തൽ നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സിങ്ങിലാണ് കാര്യം കിടക്കുന്നത്. മിക്സ് വെൽ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂന്തൽ നമുക്ക് അധികം വേവിക്കണ്ട. അധികം കൂടുതൽ വെന്താൽ റബ്ബർ പോലെയായി പോകും. പാകത്തിന് തന്നെ നമ്മൾ എടുക്കണം. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മിക്സ് ആക്കിയ ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ആദ്യം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ തീയിടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തിള വരുന്ന സമയത്ത് വെന്ത് നന്നായി തിള വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി വേവിച്ച് കഴിയുമ്പോഴേക്ക് ഇതാ നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.